Focus. Presented by Happy Land Amusement Park, Thiruvananthapuram. Juice Market, 810 Rainsford Road, Chelmsford. Powered by Total Assurance. We secure your tomorrows. Co-powered by Global Laboratories. Co-presents Mindtree Nursing Solutions. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത്ര വലുതായിരിക്കണമെന്നില്ല, എന്നാൽ ഇഷ്ടത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ചെയ്താൽ മതി. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അടുത്തറിയാം ന്യൂസിലൻഡ് എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ന്യൂസിലൻഡിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള നഗരം ഏതാണെന്നല്ലേ? ഹാമിൽട്ടൺ. ഇവിടെയാണ് ഏറ്റവും നീളം കൂടിയ നദിയും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. ഇവിടെ ഒരുപാട് മലയാളികൾ തിങ്ങി പാർക്കുന്നുണ്ട്. ഭൂരിപക്ഷം ആൾക്കാരും മെഡിക്കൽ റിലേറ്റഡ് ആണെങ്കിൽ പോലും ചെറുതും വലുതുമായ ബിസിനസ് നടത്തുന്ന ഒരുപാട് ആൾക്കാർ തന്നെ ഈ ഹാമിൽട്ടണിലുണ്ട്. അവരെ ചിലരെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ സെഗ്മെന്റിലൂടെ വരുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ടോട്ടൽ അഷുറൻസ് ഇൻഷുറൻസ് ആൻഡ് മോർഗേജ് എന്ന സ്ഥാപനത്തിന്റെ മുന്നിലാണ്. ഇത് നടത്തുന്ന ശിവചേട്ടന്റെ ബിസിനസ്സും ബിസിനസ് വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം. Thank you. അപ്പോൾ ശിവചേട്ടാ, നമ്മുടെ ഹാമിൽട്ടണിലുള്ള എല്ലാ മലയാളികൾക്കും മാത്രമല്ല എല്ലാ കമ്മ്യൂണിറ്റീസിനും ശിവചേട്ടൻ നല്ല പരിചയമാണ്. എനിക്കും പേഴ്സണലി ശിവചേട്ടൻ നന്നായിട്ട് അറിയാം. സോ ശിവചേട്ടൻ്റെ ആ ഒരു സക്സസ് ജേർണി തുടങ്ങിയത് എങ്ങനെയായിരുന്നു, എവിടെ നിന്നായിരുന്നു എന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാമോ? ഞാൻ നാട്ടിൽ വളരെ കോഴിക്കോട് കോടഞ്ചേരിയിൽ പുലിക്കയം എന്ന് പറഞ്ഞൊരു ചെറിയൊരു വില്ലേജിൽ ജനിച്ച് വളർന്ന് അവിടുത്തെ ഒരു നോർമൽ സ്കൂളിൽ പഠിച്ച് ഒത്തിരി കഷ്ടപ്പാട് നിറഞ്ഞ ഒരു ചൈൽഡ്ഹുഡിലൂടെയാണ് ഞാൻ വന്നത്. ഈ കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഞാനൊരു 18 വയസ്സായപ്പം നാട്ടിൽ നിന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് നേരെ ഡൽഹിക്ക് പോയി. അങ്ങനെ ഡൽഹിയിൽ ഒരു 2 വർഷത്തിന് ശേഷമാണ് എനിക്കൊരു നല്ലൊരു ജോലി കിട്ടുന്നത്. അപ്പം അന്ന് എല്ലാവരും ചെയ്യുന്ന മാതിരി എനിക്ക് ആദ്യത്തെ ഒരു ജോലി അവിടെ കിട്ടുന്നത് കോൾ സെൻറ്ററിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്നു. നല്ല ജോലി, പ്രത്യേകിച്ച് റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ല. അങ്ങനെ എനിക്കൊരു മറ്റൊരു ജോലിയിലേക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതൊരു വലിയൊരു കമ്പനിയായിരുന്നു. അപ്പോൾ എൻ്റെ നല്ലൊരു ഫ്രണ്ട് ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്ക് അവിടെ ജോലി സെറ്റാകുന്നത്. അവിടെ ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ കമ്പനിയിൽ ഓൾ ഇൻ ഓളായി. അവിടുത്തെ ബോസിന് എന്നെ ഭയങ്കര കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് എനിക്ക് ഒത്തിരി അവരുടെ ബോസിൻ്റെ സപ്പോർട്ടും കമ്പനിയിലുള്ള ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ ആയിട്ട് എനിക്ക് ഒത്തിരി നന്നായിട്ട് അവിടെ ഗ്രോ ചെയ്യാൻ പറ്റി. നല്ലൊരു പൊസിഷനിലേക്ക് അവിടെ എത്തി. അപ്പോൾ ആ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ വൈഫ് നേഹനെ ഞാൻ ആ കമ്പനിയിൽ നിന്നാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പം അതായിരുന്നു ഒരു റീസൺ ന്യൂസിലൻഡിലേക്ക് വരാനുള്ളത്. നേഹ ഒരു ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റിയിലാണ്. അതായത് അവളൊരു ടിപ്പിക്കൽ പഞ്ചാബി ഫാമിലിയിൽ നിന്നാണ്. അപ്പം ഓഫ് കോഴ്സ് ഫാമിലി ഇഷ്യൂസ്, കല്യാണത്തിന് പ്രശ്നങ്ങളുണ്ടാകും. അപ്പം നേഹയുടെ ഒരു ഐഡിയ ആയിരുന്നു ഇന്ത്യയിൽ നിന്ന് വെളിയിൽ പോയി സെറ്റിലായി കഴിഞ്ഞാൽ വീട്ടുകാരെ കൊണ്ട് സമ്മതിപ്പിക്കാം. അത് കഴിഞ്ഞ് ഇവിടെ വന്നു. ലക്കിലി ഈ കോഴ്സ് കഴിഞ്ഞ ഉടനെ എനിക്കൊരു നല്ലൊരു കമ്പനി ജോലി കിട്ടി. ഒരു സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജറായിട്ടൊരു കമ്പനി ജോലി കിട്ടി. ആ ജോലി ഞാൻ ഒരു 2 വർഷത്തോളം കണ്ടിന്യൂ ചെയ്തു. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം എനിക്കൊരു നല്ലൊരു ഒരു കിവി ഒരു അപ്പച്ചൻ യാദൃശ്യമായി കണ്ടുപിട്ടി. പുള്ളിയായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പായി. അങ്ങനെ പുള്ളിക്കാരനാണ് എനിക്ക് ആദ്യമായിട്ട് 2013 എന്നെ ഈ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇൻഷുറൻസിൻ്റെ ആവശ്യകത ആർക്കും അറിയുപോലുമില്ല. അപ്പം ആ സമയത്താണ് ഞാൻ ഈ ഇൻഡസ്ട്രി വരുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് ആ സമയത്തെല്ലാം എൻ്റെ ലോക്കൽ ഇവിടെയുള്ള ആൾക്കാരാണ് എൻ്റെ ക്ലയൻസ്. കിവീസ് അധികം ബിസിനസ് ചെയ്യുന്ന ഒരു ഫാമേഴ്സ്. അപ്പോൾ ആ ഒരു ജേർണി ഒരു 5 to 6 years ഞാൻ ഇൻഷുറൻസ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. 2017 ഞാൻ ഈ ഹോം ലോൺ അല്ലെങ്കിൽ മോർഗേജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് അഡ്വൈസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ഒത്തിരി ഇൻവോൾവ് ആകുന്നത്. അതിനുശേഷം കൂടുതൽ നമ്മുടെ മലയാളീസ് അല്ലെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ ഹോം ലോൺ എടുക്കാൻ, അതായത് വീട് മേടിക്കാൻ ആ സമയത്താണ് ഒത്തിരി ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇതിനു മുമ്പ് ന്യൂസിലൻഡിൽ വീട് മേടിക്കുന്ന ആൾക്കാർ കുറവായിരുന്നു. എന്നുവെച്ചാൽ ഇവിടുത്തെ വീടിന് വില കുറവായിരുന്നു. ഇവിടെ പ്രോപ്പർട്ടി മാർക്കറ്റ് എപ്പോഴും ഒരു സ്ലോ ആയി നിൽക്കുന്ന ഒരു ട്രെൻഡായിരുന്നു അന്ന്. പക്ഷേ 2017 ശേഷം ഭയങ്കരമായിട്ട് പ്രോപ്പർട്ടി മാർക്കറ്റ് ബൂം ചെയ്തു.
ഇപ്പോൾ ഒത്തിരി ആൾക്കാർ വീട് മേടിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് വന്നു. അപ്പം നമുക്ക് ഒത്തിരി അങ്ങനെ ഇൻവോൾവ് ചെയ്ത് ഞാൻ ഒത്തിരി നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയായിട്ട് വീണ്ടും എനിക്ക് നല്ല രീതിയിലൊരു ബന്ധം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വയ്ക്കാൻ പറ്റി. അത് 2018, 19, 20 അങ്ങനെ ഓരോ വർഷവും നമ്മുടെ ക്ലയൻറ്റ് ബേസ് കൂടിക്കൊണ്ടിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്നത് ഹോം ലോണിന് വേണ്ടിയിട്ടാണ്. സ്പെഷ്യലി ഫസ്റ്റ് ഹോം ബയേഴ്സ് ഇവിടെ വന്നൊരു വീട് മേടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ഇവിടുത്തെ പ്രോപ്പർട്ടി മാർക്കറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇവിടുത്തെ ലോണിൻ്റെ സിസ്റ്റം, ഇവിടുത്തെ ബാങ്കിങ്ങിൻ്റെ സിസ്റ്റം ഒന്നും ഒത്തിരി ഐഡിയ ഉണ്ടാവില്ല. ലോൺ അപ്രൂവ് കൊടുത്തതിന് ശേഷം അവർക്ക് ആ വീട്ടിൽ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ വീട് കയറി കൂടുന്ന ആ സമയം വരെ ഞങ്ങൾ ടീം അവരുടെ ഒപ്പം ഉണ്ടാവും, എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും കൊടുക്കും. ഈ ലോൺ നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി, ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ബാക്കപ്പ് വേണം. അതാണ് ഇവിടുത്തെ ഇൻഷുറൻസ്. അപ്പം ഓഫ് കോഴ്സ് വീട് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇൻഷുറൻസിൻ്റെ അഡ്വൈസും കൊടുക്കും. എന്തൊക്കെ ആണ് അവർക്ക് ഇൻഷുറൻസ് വേണ്ടത്, എന്തൊക്കെ പ്രൊഡക്റ്റാണ് അവരുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അനുസരിച്ച് എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്. അത് എഗെയിൻ ഞങ്ങളൊരു പ്രോപ്പർ പ്രോസസ്സായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കും. അതാണ് ഇൻഷുറൻസിൻ്റെ ഒരു പ്രോസസ്സ്. അപ്പം അതും ഒത്തിരി ഹെൽപ്ഫുള്ളാണ് ആൾക്കാർക്ക്. ഇവിടെ വന്ന് വീട് മേടിച്ചു കഴിഞ്ഞു, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഇപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ലോൺ എങ്ങനെ അടഞ്ഞു പോകും, അതിനെല്ലാം ഒരു കറക്റ്റായിട്ട് ഗൈഡൻസ് കൊടുത്തിട്ട് ഞങ്ങൾ ആ ഇൻഷുറൻസിൻ്റെ പ്രൊഡക്റ്റും കൊടുക്കാറുണ്ട്. ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തപ്പം മെയിനായിട്ട് ഇൻഷുറൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അന്ന് 2013 തൊട്ടുള്ള ഒത്തിരി ക്ലയൻറ്റ്സ് എനിക്കുണ്ട്. അത് അധികം കിവീസ്, ഫാമേഴ്സ്, ബിസിനസ് ഓണേഴ്സ്. അപ്പം സെയിം ടൈം ഞാൻ അവരെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ ബിസിനസ് ഞാൻ എല്ലാ വർഷവും റിവ്യൂ ചെയ്തിട്ട് അവരുമായിട്ടൊരു മിക്കവാറും ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പം ആ ബിസിനസ്സും കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഷിജേട്ടാ, അടുത്തായിട്ട് നമുക്ക് അറിയേണ്ടത് ഷിജേട്ടൻ്റെ കുടുംബം, ഭാര്യ, മക്കൾ, ഇവരെയൊക്കെ കുറിച്ചാണ്. ഒന്ന് പറയാമോ? ഓക്കെ. അബി, എനിക്ക് 2 ആൺകുട്ടികൾ. മൂത്ത ആൾ വിവാൻ ബാർക്ലീസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സ്കൂളിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ റിയാൻ, അവൻ റോട്ടറ്റൂണ പ്രൈമറി എന്ന് പറഞ്ഞൊരു നല്ല സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ വൈഫ്, ഞാൻ ആദ്യം ഒരു ചെറിയൊരു ഇൻട്രോ തന്നിരുന്നു. അവളൊരു പഞ്ചാബി ഗേൾ, കെയിം ടു ദ മലയാളി കമ്മ്യൂണിറ്റി. അപ്പോൾ അവളൊത്തിരി നല്ല രീതിയിൽ മലയാളി കമ്മ്യൂണിറ്റി ആയിട്ട് മിങ്കിൾ ചെയ്ത് നല്ലൊരു ഫാമിലി ലൈഫ് പോകുന്നു. അവളും ബിസിനസ്സിൻ്റെ ഒരു പാർട്ടാണ് അവൾ. അപ്പോൾ ഈ നമ്മുടെ ഹാമിൽട്ടണിലെ കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാം, നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും ഓണം, ക്രിസ്മസ്, വിഷു, ഇതെല്ലാം എല്ലാവരും ചെറിയ രീതിയിൽ സ്വന്തം വീടുകളിൽ ആഘോഷിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് TV കണ്ടിരിക്കുക, അങ്ങനെയുള്ള ഒരു ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പം നമ്മുടെ ഹാമിൽട്ടൺ കമ്മ്യൂണിറ്റി, ശരിക്കും ഹാമിൽട്ടണിലെ ന്യൂസിലൻഡ് എല്ലായിടത്തും അതെന്ന് എനിക്ക് തോന്നുന്നത്, നമ്മൾ വളരെ നല്ല രീതിയിൽ ഇത് ആഘോഷിക്കുകയാണ്. അതായത് ഒരു ഉത്സവം, എന്തൊരു ആഘോഷം വന്നു കഴിഞ്ഞാലും അത് ആ ആഘോഷമായിട്ട് തന്നെ വലിയ രീതിയിൽ നമ്മൾ മാക്സിമം കമ്മ്യൂണിറ്റീനെ ഇൻവോൾവ് ചെയ്തിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മിസ് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിലെ ഫുഡ്, നമ്മുടെ കേരള ഫുഡ് നമ്മൾ മിസ് ചെയ്യുന്നത്. പക്ഷേ ലക്കിലി നമുക്ക് ഹാമിൽട്ടണിൽ, ന്യൂസിലൻഡ് മറ്റൊരിടത്തും ഇല്ലാത്ത മാതിരി തന്നെ ഹാമിൽട്ടണിൽ വളരെ നല്ല കേരള ഫുഡ് കിട്ടുന്ന നല്ല കുറച്ച് റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം നമുക്കൊരു ബ്ലെസ്സിങ് ആണ് കേട്ടോ അത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് എൻ്റെ മമ്മി. എൻ്റെ ജീവിതത്തിലെ ഓരോ വിജയത്തിലും അതിൻ്റെ പിന്നിൽ എൻ്റെ മമ്മിയുടെ പ്രാർത്ഥനയും മമ്മിയുടെ അനുഗ്രഹം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് വിശേഷങ്ങൾ പങ്കുവെച്ചത് ടോട്ടൽ അഷുറൻസിൻ്റെ സാരഥി നമ്മുടെ ഷിജേട്ടന് 1000 നന്ദി. താങ്ക് യു സോ മച്ച് അബി. ഈ ടോട്ടൽ അഷുറൻസിൻ്റെ വിശേഷങ്ങളും ഞങ്ങളെക്കുറിച്ചുള്ള എൻ്റെ മാതിരി ഒത്തിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ ഇവിടെയുള്ള മലയാളീസിൻ്റെ എത്തിക്കാനായിട്ട് നിങ്ങൾ കാണിച്ച ഈ ഒരു സന്മനസ്, നിങ്ങളുടെ ഒരു സമയം, അതിനെ റിയലി അപ്രീഷിയേറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. അടുത്തറിയാം ന്യൂസിലൻഡ് എന്ന അടുത്ത സെഗ്മെന്റിൽ ഒരു പുതിയ വ്യക്തിയുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ ബൈ. നമസ്കാരം, ഞാൻ അബി. ഞാനിപ്പോൾ നിൽക്കുന്നത് ലീഡ്സിലെ പ്രശസ്തമായ തറവാട് റെസ്റ്റോറൻറ്റ് മുമ്പിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സുമായിട്ട് സംസാരിക്കുന്നു. നമുക്ക് ആദ്യമായിട്ട് തറവാട്ടിലെ ചേച്ചിയെ പരിചയപ്പെടാം. പേരെന്താ? എൻ്റെ പേര് സിനി. UK വന്നിട്ട് എത്ര നാളായി? UK ഞാൻ ആദ്യം 2005 വന്നത്.
ആദ്യം ഞാനപ്പോ മാരീഡ് അല്ലായിരുന്നു. പിന്നെ 2007 മാരേജ് ആയത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് 2007 ഇവിടെ വന്നു. പിന്നെ മോൾ ഇവിടെ ജനിച്ചു. ലീഡ്സ് തന്നെയായിരുന്നു ഇത്ര നാളും? അതെ, ലീഡ്സ് തന്നെയായിരുന്നു ഞങ്ങൾ തുടങ്ങിയപ്പോ മുതല്. തറവാട്ടിൽ എങ്ങനെയാ ആദ്യമായിട്ട് വന്നത്? ഞങ്ങൾ UK വന്നപ്പോ മുതല് ഇന്ത്യൻ ഫുഡിന് വേണ്ടി ഞങ്ങൾ എല്ലാ റെസ്റ്റോറന്റിലും ഞങ്ങൾ പോവായിരുന്നു. എന്നിട്ടൊന്നും നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടിയില്ലായിരുന്നു. പിന്നാണ് നമ്മൾ അറിഞ്ഞത് കേരള ഒരു റെസ്റ്റോറന്റ് തുടങ്ങുവാണെന്ന് പറഞ്ഞ്, തറവാടെന്ന് പറഞ്ഞ് കേട്ടു. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നു. തുടങ്ങിയ അന്ന് ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയില്ല, പിറ്റേ ദിവസമാണ് ഞങ്ങൾ എത്തിയത്. പക്ഷെ അന്ന് വന്നപ്പോ മുതല് ഞങ്ങൾ എല്ലാ ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും, ഡിപ്പെൻഡ്സ് ഓൺ ദ ലീവ് എല്ലാം കിട്ടുന്ന അനുസരിച്ച് നമ്മളിവിടെ തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇവിടെയാണ് ഇത്രയും വർഷത്തിൽ എത്രയോ റെസ്റ്റോറൻറ്റ്സിൽ പോയെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഒരു ഫ്ലേവർ കിട്ടിയത് ഈ തറവാട്ടിലെ നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ കേരളയുടെ ഒരു ട്രഡീഷണൽ ടേസ്റ്റും ഫ്ലേവറും കിട്ടിയത് ഇവിടുത്തെ തറവാട്ടിലെ ഫുഡ് കഴിച്ചപ്പോഴാണ്. ജേക്കബേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട തറവാട്ടിലെ ഫുഡ് ഏതാ? തറവാട്ടിൽ വരുമ്പോ, അതായത് നാട്ടിൽ നിന്ന് മസാല ദോശ. എവിടെ പോയാലും മസാല ഓക്കെ. അപ്പൊ എല്ലാ പ്രാവശ്യം വരും മസാല ദോശ കഴിക്കുന്നത്? എല്ലാ പ്രാവശ്യം. അതിന് മസാല ദോശ ചൂസ് ചെയ്യുന്ന മറ്റുള്ള ഡിഷസ് അല്ലാതെ മസാല ദോശ എന്തുകൊണ്ടാണ്? റിയലി നാട്ടെ ഓർമ്മ വരും. നാട്ടിൽ പോകുന്ന അതേ ടേസ്റ്റ്, അതേ ഫ്ലേവേഴ്സ്. അതായത് നാട്ടിൽ ഇരുന്ന് മസാല ദോശ കഴിക്കുന്ന സെയിം ഫീലാണ് ഇവിടെ വരുമ്പോൾ കഴിക്കുന്നത് അല്ലേ? അപ്പൊ ഇവിടെ വരുമ്പോ എന്തെങ്കിലും മെമ്മറീസ്, അതായത് നമ്മൾ എപ്പോഴും ഓർത്ത് ചിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷപ്പെടുന്ന എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ ഇവിടെ തറവാട്ടി വെച്ചിട്ട്? ദിവസം ഞങ്ങള് ഫാമിലി ആയിട്ട് വരുവാന്ന് പറഞ്ഞ് ഇവിടെ ഭക്ഷണത്തിന് വന്നിരുന്നു. അപ്പോ ഇറ്റ് വാസ് മൈ ബർത്ത്ഡേ, എന്റെ ബർത്ത്ഡേയുടെ ദിവസമായിരുന്നു. പക്ഷെ സർപ്രൈസ് പാർട്ടി ആയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എന്റെ ഫ്രണ്ട്സിനെ എല്ലാരെയും കണ്ടു. മേലെ ഞങ്ങള് ഓണർ സിബി ആയിരുന്നു അന്നേ ഹെൽപ്പ് ചെയ്ത്, പ്രകാശ് എല്ലാരും ഉണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എല്ലാ റെസ്റ്റോറൻറ്റുള്ള എല്ലാവരുടെ ആൾക്കാരുടെ മുമ്പിൽ ഇവരൊരു കേക്കുമായിട്ട് വന്നു. എന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ദ ഫുൾ റെസ്റ്റോറന്റ് കേൾക്കുന്ന പോലെ പാട്ട് പാടി. ഐ വാസ് സോ ഹാപ്പി എക്സ്പീരിയൻസ്. ഇപ്പോഴും അത് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ്. സർപ്രൈസ് സർപ്രൈസ് ആയിരുന്നു. അത് എല്ലാരും സർപ്രൈസ് ആണെന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സിനെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഇതിന്റെ ഒരു ഗെറ്റ് ടുഗദർ. പക്ഷെ അവസാനം ഇവിടെ റെസ്റ്റോറന്റുകാർ ഒപ്പിച്ച ഒരു പണിയുണ്ട്. ഒരു കേക്ക്, അതിനകത്ത് ഒരു ഇതെല്ലാം തിരിച്ചുണ്ട്. എല്ലാരും ഫുൾ സ്റ്റാഫ് ഫുൾ വന്നിട്ട് കേക്കുമായിട്ട് വന്നിട്ട് വിഷ് ചെയ്ത്. മൈ ഗോഡ്, അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓർത്തോർത്ത് ഇപ്പോഴും ഭയങ്കര ഒരു ഇതാ. എല്ലാവരുടെ എന്നിട്ട് മൊത്തം റെസ്റ്റോറന്റിലുള്ള ഇംഗ്ലീഷുകാര് മൊത്തം ഉണ്ട്. അവരെല്ലാവരുടെ കൂടി ഹാപ്പി ബർത്ത്ഡേ പാടിയത്. അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഫ്രീ ആയിട്ട് ഒരാളോട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് തറവാട്. അത് എന്റെ തറവാട് എന്നുള്ള ഒരു ഫീലിംഗിൽ ഞാൻ അവരോട് പറയും, സ്വന്തം റെസ്റ്റോറന്റ് ആയിട്ട് പറയും. എന്നാ വെച്ചാൽ ഞാൻ ഒരാളെ റെക്കമെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ, ആ സ്നേഹം ഉണ്ടെന്നുള്ളതല്ലേ ഉള്ളൂ. ഇവിടെ വന്നത് ഇവിടുത്തെ കൊളീഗ്സ് ആണെങ്കിലും അതെ, ആണെങ്കിലും പിന്നെ സിബി ആണെങ്കിലും കൂടെ നിൽക്കുന്നവരെ എല്ലാരെയും കൂട്ടി യോജിപ്പിക്കുന്ന, അതൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ജോലിക്കാര്യത്തിന് ഒരു കുട്ടി ഇവിടെ വന്നിട്ട് ജോലിയില്ലാതെ വിഷമിച്ചപ്പം ഒന്ന് വിളിച്ചു പറഞ്ഞപ്പോ അതിനെന്താ സാറേ കൊണ്ടുപോവാന്ന് പറഞ്ഞ് ചോദിച്ചു വിളിച്ച ഉടനെ ജോലി കൊടുത്തു. അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഈ തറവാട്ടിന്റെ ഓണേഴ്സിന് നന്നായിട്ടുണ്ട്. അത് ഇതിനേക്കാൾ ഫാർ ബിയോണ്ട് ഫുഡ് ബെസ്റ്റ് ആണ്. പക്ഷെ തറവാട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ യൂണിറ്റി ബിറ്റ്വീൻ ദ ഓണേഴ്സ് ആൻഡ് അവര് ഒരു ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യും. എല്ലാരും വർക്ക് ടുഗെദർ ആണ് അവര്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, തിരുവനന്തപുരം. ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസി വീട്ടമ്മമാരെയും വിഷമിപ്പിക്കുന്ന ഒന്നാണ് പ്രിയപ്പെട്ടവർക്ക് നാളത്തേക്കുള്ള ആഹാരം. അപരിചിതരായ പലരും നമുക്കിതിന് വഴികാട്ടിയായേക്കാം. ജോസ് മാർക്കറ്റിലേക്ക് സ്വാഗതം. നാവിൽ കൊതിയൂറും വിഭവങ്ങൾ ഒരുക്കാൻ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ തനി നാടൻ നിത്യോപയോഗ സാധനങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി ചെംസ്ഫോർഡിലെ ഏറ്റവും മികച്ച സ്ഥാപനം ജോസ് മാർക്കറ്റ്. ഏറ്റവും പുതിയതും മികച്ച ഗുണനിലവാരവും ഉറപ്പു തരുന്ന പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശേഖരം. ബില്ലിംഗ്സ് ഗേറ്റ് മാർക്കറ്റിൽ ദിവസം തോറും എത്തിക്കുന്ന ഫ്രഷ് മീനുകൾ. ഓണം, വിഷു, ക്രിസ്മസ്, പെരുന്നാൾ തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാം ഒറ്റ ഷോപ്പിംഗിൽ തന്നെ നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്ന ചെംസ്ഫോർഡിലെ
നിങ്ങളൊരു സ്വന്തം ജോസ് മാർക്കറ്റ്. ഏഷ്യൻ പലചരക്ക് സാധനങ്ങൾക്ക് വാങ്ങാൻ ഇനി ഇതിലും നല്ലൊരു ചോയ്സ് വേറെയില്ല. സമാനതകളില്ലാത്ത സേവനം, വിട്ടുവീഴ്ചയില്ലാത്ത ഗുണമേന്മ. ജോസ് മാർക്കറ്റ്, 810 Rainsford Road, Chelmsford. Global Laboratory is GCC's largest laboratory for testing of food, water, and cosmetics. At Global Lab, we have been serving the most prestigious companies in UAE, Saudi, and Oman for more than 12 years. We are proud to deliver fast and accurate results and offer competitive pricing. From doorstep sample collection to technical consultations, Global Lab is always happy to go the extra mile for our clients. Contact Global Lab today for your company's testing requirements. മാനവരാശിയുടെ പാപഭാരം തുടച്ചു നീക്കി പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും ഒരു നവലോകം തുറന്ന് മൂന്നാം നാളിലെ ഉയിർപ്പിന്റെ സന്ദേശം നമുക്കിവിടെ യാഥാർത്ഥ്യമാക്കാം. കഠിനമായ യാതനകളിലൂടെ കടന്നുപോകുമ്പോഴും നാളെ നമുക്കുമൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവുമെന്ന പ്രത്യാശയുടെ കാത്തിരിപ്പാണ് ഓരോ ഈസ്റ്റർ ദിനവും. ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകളുമായി എത്തുന്നു ടോട്ടൽ അഷ്വറൻസ് ന്യൂസിലാൻഡ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രീതി പ്രകാശ് പറക്കാട്ട്. ഏവർക്കും പറക്കാട്ട് ജുവൽസ് ന്യൂ ഫാഷൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെഹങ്കയുടെ കൂടെയൊക്കെ ഇടാൻ പറ്റിയതാ അടിപൊളിയായിട്ടുള്ള ഒരു വലിയ ചോക്കർ ഹെവി ടൈപ്പ് നെക്ലേസ്, അതേപോലെ തന്നെ അതിന് ചേരുന്ന രീതിയിൽ ലോങ് ആയിട്ടുള്ള മാല, അല്ലെങ്കിൽ നമുക്ക് ഹിപ്പ് ചെയിൻ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, 2 in 1 ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിന് ചേരുന്ന 2 ബാംഗിൾസ്, അതിൻ്റെ തന്നെ സെറ്റായിട്ട് വരുന്ന സ്റ്റഡുകളുണ്ട്. ഇനി അത് കൂടാതെ നമുക്ക് സ്റ്റോൺ വർക്കിൽ മാത്രമല്ല വരുന്നത്, ആൻറ്റിക് ഷെയ്ഡിൽ ഇതെന്ന് പറയുമ്പോൾ ഒരല്പം ബ്ലാക്ക് ആൻറ്റിക് ടച്ച് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ഓക്സൈഡ് എന്നും പറയും. കണ്ടോ, അതിൻ്റെ ചോക്കർ നെക്ലേസ് ഉണ്ട്, മിഡിലായിട്ട് ഇടാവുന്ന നെക്ലേസ് ഉണ്ട്, ഒരല്പം വലിയ നെക്ലേസ് വരുന്നുണ്ട്, റൂബി പോട്ടാ സ്റ്റോൺസ് എല്ലാം വെച്ചിട്ടുള്ള ഹെവി നെക്ലേസ്, സിമ്പിൾ റൂബി ആൻഡ് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള മിഡിൽ നെക്ലേസ്, പ്ലെയിൻ ഗോൾഡിൽ ഹാൻഡ് ക്രാഫ്റ്റഡ് വർക്ക് വരുന്ന പോലെയുള്ള ഒരു ആൻറ്റിക് സ്റ്റൈല് ചോക്കർ നെക്ലേസ്. ഇനി ഇത് മാത്രമല്ല, ഇവിടെ കുറച്ച് ജിമിക്കയുണ്ട്, അതുപോലെ തന്നെ സ്റ്റഡുകളുണ്ട്, പല രീതിയിലുള്ള നമുക്ക് പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാവുന്ന കമ്മലുകൾ. ഇതിൽ നമ്മൾ കാണുന്നത് കുറച്ച് ആൻറ്റിക് ടച്ചിൽ വരുന്ന ഒരു റെഡിഷ് ആൻറ്റിക് ടച്ചിൽ വരുന്ന കുറച്ച് ചെട്ടിനാടെന്ന് വേണേൽ ചെട്ടിനാട് കളക്ഷനും ഉണ്ട്, എന്നാൽ അതേപോലെ തന്നെ അല്പം മോഡേൺ ആൻറ്റിക് സ്റ്റൈലിൽ കളർ ചെയ്തിട്ടുള്ള റൂബി വൈറ്റ് ഗ്രീൻ കളർ സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു നെക്ലേസ് ഉണ്ട്. ഇത് നമ്മളുടെ ഒരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള നമ്മളുടെ കുവൈറ്റി ഡിസൈനിൽ വരുന്ന ഇതുണ്ട്, കുവൈറ്റി ഡിസൈനിൽ വരുന്നതുണ്ട്. അതുപോലെ തന്നെ മാറ്റ് ഫിനിഷും കട്ടിങ്ങും ഒക്കെ അടിച്ചിട്ടുള്ള ഒരു ചോക്കർ നെക്ലേസ് സെറ്റുണ്ട്. അല്പം വൈറ്റ് റോഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള നെക്ലേസുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ടൈപ്പിൽ നമുക്ക് ഹിന്ദുസിനോ ക്രിസ്ത്യൻസ് മുസ്ലിംസ് എല്ലാവർക്കും പറ്റിയ രീതിയിലുള്ള ഒരുപാട് ബ്രൈഡൽ കളക്ഷൻസ് ഉണ്ട്. ഇന്ന് എന്താ വില ഗോൾഡിന്, അപ്പോൾ ഇത്രയും ഗോൾഡും നമുക്ക് മേക്കിംഗ് ചാർജ് എല്ലാം കൊടുത്തു വെച്ചിട്ട് നമ്മൾക്ക് ഒരു 1 ടൈം യൂസിന് വേണ്ടിയിട്ട്, നമ്മൾ ഇപ്പോഴത്തെ യൂത്തൊന്നും ഇതേപോലുള്ള ഓർണമെൻറ്റ്സ് ഒന്നും ഹെവി ഓർണമെൻറ്റ്സ് ഒന്നും ഒരു സിംഗിൾ ഡേ യൂസ് അല്ലാതെ പിന്നീട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് ഗോൾഡിന് മേക്കിംഗ് ചാർജ് എല്ലാം കൊടുത്ത് എടുത്തു വെക്കുന്ന ഒരു റിയൽ ആയിട്ടുള്ളൊരു വേസ്റ്റേജ് തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഗോൾഡിൻ്റെ അതേ പെർഫെക്ഷനിലും ഫിനിഷിലും ഡിസൈനിലും എല്ലാം വരുന്ന ഓർണമെൻറ്റ്സ് പറക്കാട്ട് ജുവൽസ് 24 ക്യാരറ്റ് പ്യുവർ ഗോൾഡ് ലെയർഡായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കളക്ഷൻസും കാണുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉള്ളത് പറക്കാട്ട് ജുവൽസിൻ്റെ എറണാകുളം പത്മ ജംഗ്ഷനിലുള്ള ഷോറൂമിലാണ്. ഇവിടെ നല്ല അതിവിശാലമായ ഷോറൂമുണ്ട്. അത് കൂടാതെ എറണാകുളത്ത് തന്നെ നമ്മൾക്ക് വുഡ്ലാൻഡ്സ് ജംഗ്ഷനിലും കലൂരും തൃപ്പൂണിത്തുറയും പിന്നെ കേരളത്തിൻ്റെ അങ്ങേയറ്റം പാറശാല മുതൽ ഇങ്ങേയറ്റം കാസർഗോഡ് വരെ പറക്കാട്ട് ജുവൽസിന് ഷോറൂംസ് ഉണ്ട്. കൂടാതെ നമ്മൾക്ക് പറക്കാട്ട് ജുവൽസിന് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ ഉള്ള സെയിലും ഉണ്ട്. സോഷ്യൽ മീഡിയയിലും പറക്കാട്ട് ജുവൽസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ അപ്ഡേഷൻസ് എല്ലാം കാണുക.
ഒരിക്കലെങ്കിലും പറക്കാട് ജുവൽസിൻ്റെ ഷോറൂം തീർച്ചയായിട്ടും സന്ദർശിക്കുക. ഹായ് ഹലോ, തിരുവനന്തപുരത്തെ വെമ്പായത്തിനടുത്തുള്ള ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വാട്ടർ റൈഡ്സ് ഉണ്ട്, ലാൻഡ് റൈഡ്സ് ഉണ്ട്, അതുപോലെ ഇൻഡോർ ആക്ടിവിറ്റീസും ഒത്തിരി ഉണ്ട്. അതേപോലെയുള്ള ഒരു കോർണറാണിത്. കിഡ്സ് ഏരിയ ആണിത്. കുട്ടികൾക്ക് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക്, പല ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് കളിക്കാൻ പറ്റുന്ന പല റൈഡുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അതനുസരിച്ചുള്ള റൈഡുകളുണ്ട്. കുറച്ചും കൂടി മുതിർന്ന കുട്ടികൾക്ക് അതനുസരിച്ചുള്ള റൈഡുകളുണ്ട്. അങ്ങനെ ട്രെയിൻ, എയറോപ്ലെയിൻ, പിന്നെ ജോയിൻറ്റ് വീലിൻ്റെ ചെറിയൊരു വേർഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുള്ളത്. അതെല്ലാം കുട്ടികളെയും കൂട്ടി ഇവിടെ വന്നു കഴിഞ്ഞാൽ വലിയവർക്കും എൻജോയ് ചെയ്യാം, കുട്ടികൾക്കും എൻജോയ് ചെയ്യാം. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വരും. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കൊച്ചു കുട്ടികൾക്കുള്ള പ്ലേ ഏരിയയിലാണ്, അതായത് കിഡ്സ് ഏരിയയിലാണ് നിൽക്കുന്നത്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒത്തിരി റൈഡുകളുണ്ട്. ഇപ്പോൾ ഇത് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ റൈഡാണ്. ഇതിൻ്റെ പേര് എയറോപ്ലെയിൻ റൈഡ് എന്നാണ്. അപ്പോൾ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ പ്ലെയിനിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കും. നല്ലൊരു ഫീലല്ലേ ഈ മുകളിൽ നിന്ന് ഇങ്ങനെ പോയി വരുന്നത്. അപ്പോൾ ആ കുട്ടികൾക്കുള്ള ഒരു റൈഡാണിത്. അപ്പോൾ പേരൻസിൻ്റെ ഒരു സൂപ്പർവൈഷനിൽ തന്നെയാണ് ഈ ഒരു റൈഡ് നമുക്ക് കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കുന്നത്. അതാണ് എയറോപ്ലെയിൻ റൈഡ്. ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൻ്റെ കിഡ്സ് ഏരിയയിലുള്ള വേറൊരു റൈഡിൻ്റെ നടുക്കാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് ചുറ്റും കാണാം കുറേ ഫ്രോഗ്സ്, തവളകൾ അല്ലേ. അതുകൊണ്ട് ഈ റൈഡിൻ്റെ പേരാണ് ക്രോ ക്രോ. കുട്ടികൾ നല്ല ഫാൻറ്റസി ആയിട്ട് തോന്നുന്ന ഒരു റൈഡാണിത്. ക്രോ ക്രോ, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള റൈഡാണിത്. പേരൻസിൻ്റെ ഒരു നിരീക്ഷണത്തിലാണ് ഈ റൈഡിൽ കുട്ടികളെ നമ്മൾ കയറ്റി വിടുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ക്രോ ക്രോ എന്ന് പറയുന്ന പോലെ ക്രോ ക്രോ ഓരോ തവള ഇങ്ങനെ ക്രോ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ചുറ്റിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിള്ളേർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റൈഡാണിത്. നമ്മുടെ ഹാപ്പി ലാൻഡിൻ്റെ കിഡ്സ് ഏരിയയിലുള്ള മറ്റൊരു റൈഡിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. ഫെറീസ് വീൽ റൈഡ് എന്നാണ് ഇതിൻ്റെ പേര്. 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കളിക്കാനുള്ള റൈഡാണിത്. കണ്ടോ, കുഞ്ഞു കുട്ടികൾ ഇതിനകത്ത് കയറിയിരുന്ന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വലിയ ജോയിൻറ്റ് വീലില്ലേ, അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണിത്. ഫെറീസ് വീൽ റൈഡ് എന്നാണ് പറയുന്നത്. കുട്ടികൾ നല്ല 6 വയസ്സിന് താഴെയാകുമ്പോൾ കൊച്ചു കുട്ടികളാണ്. അവർക്ക് ഇരുന്ന് കുറച്ച് സ്ലോ മൂവ്മെൻറ്റ്സിൽ ഇങ്ങനെ ആ ഒരു ജോയിൻറ്റ് വീലിൻ്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന സേഫ് ആയിട്ടുള്ള ഒരു റൈഡും കൂടിയാണിത്. നമ്മുടെ ഹാപ്പി ലാൻഡിൻ്റെ കിഡ്സ് ഏരിയയിൽ തന്നെ കണ്ടില്ലേ, നമുക്കിങ്ങനെ ഒരു ആമക്കുഞ്ഞും കൂടി ഉണ്ട്. ഈ ഒരു ടോട്ടോയ്സിൻ്റെ അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കളിച്ച് ക്ഷീണിച്ച് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഫ്രഷ് ജ്യൂസിനായാലും ഐസ്ക്രീംസിനായാലും സ്നാക്സിനായാലും ഉള്ളൊരു കോർണറാണിത്. അപ്പോൾ ഇതും നല്ല കിഡ്സിന് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഇതും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് റൈഡുകൾ നമുക്ക് എൻജോയ് ചെയ്യാം. ട്രെയിന്, പ്ലെയിന്, അതുപോലെ സ്ലൈഡ്സ് ഉണ്ട്, ഫെറി വീലുണ്ട്, അങ്ങനെ ഒത്തിരി റൈഡ്സ് ഉണ്ട്. കിഡ്സിൻ്റെ വലിയൊരു ഏരിയ ആണ് നമ്മുടെ ഹാപ്പി ലാൻഡിൽ ഒരുക്കി മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്നിട്ടുള്ളതാണ് കിഡ്സിന് വേണ്ടി ഉള്ള റിഫ്രഷ്മെൻറ്റ്സിൻ്റെ ഒരു ഏരിയ ആണ് ഈ ടേർട്ടിലിൻ്റെ അടിയിലുള്ളത്. അപ്പോൾ നമ്മുടെ കിഡ്സ് ഏരിയയിലുള്ള കളിക്കാനുള്ള ആക്ടിവിറ്റീസും റൈഡ്സും ഒക്കെ കണ്ടല്ലോ അല്ലേ. കുട്ടികൾക്കൊക്കെ എന്തായാലും കാണിച്ചു കൊടുക്കണം. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ഫാമിലിയും കൂട്ടി പിള്ളേരെല്ലാം കൂട്ടി അടിച്ചു പൊളിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും വരിക ഹാപ്പി ലാൻഡ് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ. ദിസ് ഇസ് സുകന്യ ജയറാം. വിൽ ബി ടോക്കിംഗ് with you about other rides in the next episode. Bye bye. Immerse yourself in breathtaking scenery of rolling hills, tea plantations and misty mountains. Experience authentic Kerala hospitality with cozy cottages and delicious cuisines. Create unforgettable memories with family and friends amidst nature's embrace. Book your escape to Paraket Nature Resort today. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് DC-യിലെ പ്രഷ്യസ് കളക്ഷൻസ് ആണ്. ഞങ്ങളിതിനെ നെയിം ചെയ്തിരിക്കുന്നത് വിരാസത്ത് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോൺസ് ആണ് അതിൻ്റെ ഹൈലൈറ്റ്. ദറ്റ് ഈസ് ഓൺലി പ്രഷ്യസ് സ്റ്റോൺസ് ആർ യൂസ്ഡ് ഇൻ ദിസ് കൗണ്ടർ അല്ലേ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലൂ സഫയർ, റൂബി, എമറൽസ്, യെല്ലോ സഫയർ, പേൾസ്, അൺകട്ട്സ്, അങ്ങനത്തെ വെറൈറ്റി കളക്ഷൻസ് ആണ്. ദറ്റ് ഈസ് സർട്ടിഫൈഡ് സ്റ്റോൺസും ബൈ ബാക്ക് ഉള്ള പ്രോഡക്റ്റാണ്. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് ശരിക്കും പറഞ്ഞാൽ?
നെക്ലസുകൾ അല്ലേ? ആ എനിക്ക് ഇതിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റോൺസിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ റൂബി നെക്ലസിൽ ഉപയോഗിക്കുന്ന നോർമൽ റൂബി അല്ല. ദിസ് ഇസ് കോൾഡ് ബർമീസ് റൂബി. ബർമീസ് റൂബിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡാർക്ക് റെഡാണ്, മെറൂൺ ഷെയ്ഡാണ്. നോർമൽ റൂബിയുടെ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് പിങ്ക് ആണ്. ഡിഫറൻസ് കണ്ടോ നിങ്ങൾ? രണ്ട് രീതിയിലും നമ്മുടെ അടുത്തുണ്ട്. പക്ഷേ ബർമീസ് റൂബി ഈസ് ഓൾവേസ് വെരി അട്രാക്റ്റീവ് ആൻഡ് വെരി ബ്യൂട്ടിഫുൾ. ഇതിൽ ഉപയോഗിക്കുന്ന ബർമീസ് റൂബിയുടെ കളറ് കണ്ടോ? കഴുത്തിലൊക്കെ വെച്ചാൽ നല്ല രസമാട്ടോ കാണാൻ. കണ്ടോ? ബർമീസ് റൂബി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ്. വെയിറ്റ് പോലെ ഏറ്റവും അട്രാക്ഷൻ. എത്ര വരുന്നത്? 2.5 പവൻ അല്ലേ? 2.5 പവൻ വെയിറ്റ് വരുന്ന റൂബി നെക്ലസ്. നല്ല ഭംഗിയാട്ടോ, കല്യാണപ്പെണ്ണിനായാലും അല്ലാണ്ടായാലും ഉപയോഗിക്കാൻ. അതിൻ്റെ തന്നെ കണ്ടോ റൂബിയും എമറൽഡ് കോമ്പിനേഷൻ കണ്ടോ? നവരത്നത്തിൻ്റെ കണ്ടോ? സെയിൽസ്മാൻ്റെ പറയുന്നത് ബെസ്റ്റ് സെല്ലർ നവരത്നാണ്. നവരത്നത്തിൻ്റെ കോമ്പിനേഷനിലുള്ള ബ്യൂട്ടിഫുൾ അൺകട്ട്സ് നമ്മുടെ അടുത്ത് ഇഷ്ടംമാതിരി അവൈലബിൾ ആണ്. പിന്നെ ഇത് ലെങ്തി ഹാരംസ് ഉണ്ട് കണ്ടോ? ഞാൻ ഇട്ടിരിക്കുന്നത് കണ്ടോ? കോറൽ വരുന്ന കേട്ടോ, കോറൽ കോമ്പിനേഷനിലുള്ള നഗാസ്, പ്രീമിയം നഗാസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ. കണ്ടോ ആൾ പറഞ്ഞു കേട്ടോ, നമ്മൾ വർക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. ബിക്കോസ് എപ്പോഴും സെയിൽസിൽ നിൽക്കുന്നവർക്കാണ് ആ പ്രോഡക്റ്റിൻ്റെ ഭംഗിയും യൂസേജും മനസ്സിലാവുക. കണ്ടോ? ഒരു സിംഗിൾ പീസായിട്ടും കല്യാണപ്പെണ്ണിന് ഫില്ലറായിട്ട് ഉപയോഗിക്കാനും വളരെ നല്ലതാണ് കേട്ടോ. ഇനി അതിൻ്റെ തന്നെ അൺകട്ടിൻ്റെ കോമ്പിനേഷനാണ് കണ്ടോ? അൺകട്ട് എമറൽഡ് കോമ്പിനേഷൻ കണ്ടോ? പിന്നെ നോക്കിയേ കണ്ടോ? ഫ്ലവറിൻ്റെ റൂബിയിൽ കേട്ടോ. പിന്നെ വരുന്നത് ഹാരംസ്, പിന്നെ വളകളുടെ നമ്മുടെ ഹൈലൈറ്റ് വരുന്നത് നവരത്ന ബാങ്കിലൊക്കെ ഉണ്ട്. ആൻഡ് ദാറ്റ് ടു സ്ക്രൂ ടൈപ്പ്. സാധാരണ നവരത്ന ബാങ്കിൽ വരുമ്പോൾ പലർക്കും കയറുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് വരാം. സ്ക്രൂ ആകുമ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാം കണ്ടോ? സ്ക്രൂ ടൈപ്പ് വരുന്ന നവരത്ന ബാങ്കിൽ കണ്ടോ? പേളിൻ്റെ റൂബി കോമ്പിനേഷൻ. അതേപോലെ ബർമീസ് റൂബിയിൽ നല്ല ഭംഗിയുള്ള വന്നിട്ടുണ്ട്. ബർമീസ് റൂബിയിൽ വന്നിരിക്കുന്ന പുതിയത് നോക്കിയേ, നല്ല ഭംഗിയാണേ കാണാൻ. ഇതൊക്കെ വെറും 2 പവൻ കേട്ടോ. 2 പവൻ വെയിറ്റ് വരുന്ന ബർമീസ് റൂബിയിലും എമറൽഡ് കോമ്പിനേഷനിലുള്ള ബ്യൂട്ടിഫുൾ സർട്ടിഫൈഡ്, പ്രോപ്പർലി സർട്ടിഫൈഡ് സ്റ്റോൺസ് വിത്ത് ബൈ ബാക്ക്. ദാറ്റ് ഈസ് എ ബിഗ് അട്രാക്റ്റീവ് ഫീച്ചർ. സ്റ്റോൺ എന്ന് കൊടുത്താലും പൈസ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പിന്നെ ഒക്കെ സ്ക്രൂ ടൈപ്പാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കൊരു കൊച്ചിന് ഗിഫ്റ്റ് 2.5 പവൻ കൊടുക്കണമെങ്കിൽ ഒരു ബർമീസ് റൂബ് ബാങ്കിളാണ് ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെ പറയുള്ളൂ, കാരണം വെച്ചാൽ ആ കൊച്ചു പിന്നെ ഉപയോഗിക്കും. പിന്നെ അതേ നോക്കിക്കേ, ഇതിൻ്റെ തന്നെ ബ്യൂട്ടിഫുൾ സ്റ്റഡ്സ്, ഇയറിങ്സ്, ഹാരംസ്, ഇഷ്ടംമാതിരി കളക്ഷൻ ഉണ്ട്. ലൈറ്റ് വെയ്റ്റും ഇനിയും യൂസബിൾ ആണെന്നാണ് എൻ്റെ ഏറ്റവും അട്രാക്ഷൻ. കണ്ടോ? നല്ല കാസ്റ്റിങ്ങിൽ വരുന്ന റൂബി കോമ്പിനേഷനിലുള്ള കണ്ടോ? പെയറായിട്ട് ഒരേ കയ്യിലിടാൻ കണ്ടോ? ഇതിൻ്റെ ഇഷ്ടംമാതിരി പ്രോഡക്റ്റ് റേഞ്ച് ഡി സിയിലുണ്ട്. ലെങ്തി ഹാരംസ്, മിഡിൽ മാലാസ്, നെക്ലെസ്. അപ്പോൾ കൂടുതൽ കളക്ഷൻസ് അടുത്ത വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ഫോക്കസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും focus123@gmail.com എന്നതിലേക്ക് എഴുതി അറിയിക്കുക. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സുകന്യ ജയറാം ടോക്കിംഗ് ടു യു. ബൈ. ഫോക്കസ് presented by Happy Land Amusement Park, Thiruvananthapuram. Juice Market, 810 Rainsford Road, Chelmsford. Powered by Total Assurance. We secure your tomorrows. Co-powered by Global Laboratories. Co-presents Mindtree Nursing Solutions.